Welcome back to our maths class. Fourth question. A rod 28 cm long is to be bent to make a rectangle. അതിൽ 3 questions ഉണ്ട്. First question. Can a rectangle of diagonal 8 cm be made? Second question. Can a rectangle of diagonal 10 cm be made? Third question. How about a rectangle of diagonal 14 cm? Calculate the length of the sides of the rectangle that can be made. അതായത് നമുക്കൊരു ഇത് തന്നിട്ടുണ്ട്, ദണ്ട്. ആ ദണ്ട് വളച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാക്കേണ്ടത്? ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കണം. അപ്പോൾ റെക്റ്റാങ്കിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിലേത് കണ്ടീഷനിലാണ് നമുക്ക് റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുക എന്നാണ് ചോദിക്കണേ. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ആ 28 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 28 സെൻറ്റിമീറ്റർ യൂസ് ചെയ്തിട്ട് ആണ് നമ്മൾ റെക്റ്റാങ്കിൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ 28 എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ എന്തായിരിക്കും? 28 എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നതാണ് 28 മീറ്റർ. ഇനി നമുക്ക് അറിയാവുന്നത് തന്നിരിക്കുന്നത് പിന്നെ ഡയഗണൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്യാൻ എ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ 8 സെൻറ്റിമീറ്റർ മെയ്ഡ്? അത് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഡയഗണൽ 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ഡയഗണൽ ഡ്രോ ചെയ്യുക. ഇതിൻ്റെ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ പെരിമീറ്ററിന് സ്റ്റാർട്ട് ചെയ്യാം. പെരിമീറ്റർ ഈക്വൽ ടു 28 സെൻറ്റിമീറ്റർ. റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 2 × L+B ആണ്. അപ്പോൾ L+B ഈക്വൽ ടു 28/2 ഈക്വൽ ടു 14 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി നമുക്കിവിടെ നേരത്തെ മുന്നേ ചെയ്ത പോലെ L ഈക്വൽ ടു X എന്ന് എടുക്കുകയാണെങ്കിൽ B ഈക്വൽ ടു 14 - X എന്ന് കിട്ടും. അപ്പോൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ഈ റെക്റ്റാങ്കിളിൽ ഒരു സൈഡിൽ നിങ്ങൾക്ക് മെഷർ എന്തെഴുതാം? X എഴുതാം. ഇവിടെ എന്തെഴുതാം? 14 - X എന്ന് എഴുതാം. ഇനി നമുക്കിതിനൊരു നെയിം കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ABD ആണ്. ട്രയാങ്കിൾ ABDയുടെ 3 സൈഡ്സ് നമുക്കറിയാം. X 14 - X 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ AB² + AD² ഈക്വൽ ടു BD² ആയിരിക്കും. AB ഈസ് X. X² + AD ഈസ് 14 - X ഹോൾ സ്ക്വയർ ഈക്വൽ ടു 8². X² പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. X - Y ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക നോക്കാം. അതായത് 14 - X × 14 - X ചെയ്താൽ കിട്ടുന്നതാണ് 14 - X ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് ആ ഐഡൻറ്റിറ്റി അറിയാമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. എന്താ കിട്ടുക? 14² - 2 × 14 × 1 അല്ല X 14 × X + X². അപ്പോൾ 14² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 196 ആണ്. -28X + X² എന്ന് വരും. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. ഇനി ഇങ്ങനെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെ കിട്ടുക. അപ്പോൾ 196 - 28X + X² ആണ് നമുക്കത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുക. X - Y ഹോൾ സ്ക്വയർ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ് അത് വെച്ചിട്ടുള്ള പ്രോബ്ലം. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. 196 - 28X + X²
ഈക്വൽ ടു 8 സ്ക്വയർ. ഇവിടുന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാം. 14ൻ്റെ സ്ക്വയർ എഴുതാം ആദ്യം. ഇവിടെ മൈനസ് ആണല്ലോ, മൈനസ് ഇടുക. ഈ 2 × 14 ഏത് നമ്പറാണ് ഇവിടെ ഉള്ളത് വെച്ചെങ്കിൽ അതിന് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 28. പിന്നെ ഇവിടെയുള്ള എക്സിൻ്റെ സ്ക്വയർ, അത് പ്ലസ്സാണ് വരിക, പ്ലസ് എക്സ് സ്ക്വയർ. ഇങ്ങനെയാണ് അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 8 സ്ക്വയർ എത്രയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, 64. അപ്പോൾ അതൊക്കെ ശരിയാക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സ് സ്ക്വയർ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 ഈക്വൽ ടു 64. ഇനി ആ 64നെ ഈക്വലിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 196 മൈനസ് 64 ഈക്വൽ ടു 0. ഇപ്പോൾ കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 28x, ഇനി 196ൽ നിന്ന് 64 സബ്ട്രാക്റ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. 2x സ്ക്വയർ മൈനസ് 28x പ്ലസ് 132 ഈക്വൽ ടു 0 സബ്ട്രാക്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി നമുക്ക് ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ക്വയർ മൈനസ് 14x പ്ലസ് 66 ഈക്വൽ ടു 0. ഇതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് നമുക്കവിടെ എഴുതാം. 1 മൈനസ് 14 66. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് മൈനസ് 14 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 14 സ്ക്വയർ minus 4 into 1 into 66 divided by 2 into 1 equal to 14 plus or minus root of 196 minus ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 264 ആണ്. divided by 2. 14 plus or minus root of സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -68 ആണ്. ഡിവൈഡ് ബൈ 2. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് -68 ആണ്. നമുക്കറിയാം മൈനസ് നമ്പറിന്, നെഗറ്റീവ് നമ്പറിന് സ്ക്വയർ റൂട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിവിടെ എന്താണ്, നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കില്ല. ദെർഫോർ വി ക്യാൻ സേ ദാറ്റ് വി കനോട്ട് മേക്ക് എ റെക്റ്റാങ്കിൾ വിത്ത് പെരിമീറ്റർ 28ഉം ഡയഗണലിൻ്റെ ലെങ്ത് 8ഉമായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി അതിൽ തേർഡ് ക്വസ്റ്റ്യനിലും ഡയഗണലിൻ്റെ ലെങ്ത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഡയഗണലിൻ്റെ ലെങ്ത്ത് 14 ആണെങ്കിൽ നമുക്ക് റെക്റ്റാങ്കിൾ ഡ്രോ അല്ലെങ്കിൽ മേക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അതിൽ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യണത്, സി. അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 14 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 14 സ്ക്വയർ എന്ന് എഴുതുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 196 minus 28x plus x square equal to 196. x square കൂടി ആഡ് ചെയ്യുമ്പോൾ 2x square minus 28x plus 196, ഈ 196 ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈക്വൽ ടു 0. അപ്പോൾ 2x square minus 28x ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്താൽ 0 ആണ് വരിക. അപ്പോൾ നമുക്ക് ആ സിയുടെ ടേം അവിടെ ഇല്ല. സിയുടെ ടേം മിസ്സിംഗ് ആണ്, സി ഇല്ല. സി ഇല്ലെങ്കിലും ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് 14x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോം തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് ചെയ്യുമ്പോൾ
ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സിന് 1 കൊടുക്കും, ബി -14 തന്നെ. സി നമുക്ക് ഇല്ല, സിയുടെ സ്ഥാനത്തുള്ളത് എത്രയാണ്? 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു -b ± വാല്യൂസ് കൊടുക്കുകയാണ്. -bയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ വാല്യൂ കൊടുക്കാം. -b എന്ന് പറയുന്നത് -14 ആണ്. അപ്പോൾ -14 ± -14 സ്ക്വയർ -4 × 1 × 0 ഡിവൈഡഡ് ബൈ 2 × 1. അപ്പോൾ ഇവിടെ -14 തന്നെ കിട്ടും, 14 തന്നെ കിട്ടും. ± ഇവിടെ നമുക്ക് വരുന്നത് 196. ഈ ഒരു ടേം ഫുള്ളായിട്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് പോകും. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാനില്ല. √196 വരുള്ളൂ, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 14 ± 14/2. 14 അതിന് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് 14 തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ഈക്വൽ ടു സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 14 + 14/2 വരും, 14 - 14/2 വരും. 14 + 14/2 എന്ന് പറയുന്നത് 28/2 ആണ്. എക്സ് ഈക്വൽ ടു 28/2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കവിടെ വരും 14 തന്നെയാണ്. ഇവിടെ നമുക്ക് 14 14 സബ്ട്രാക്റ്റ് ചെയ്താൽ ഇത് ഓറാണ് കേട്ടോ. 14 14 സബ്ട്രാക്റ്റ് ചെയ്താൽ 0 ആണ് വരിക. അപ്പോൾ ഇതിൽ വാല്യൂ വരുന്നില്ല. അപ്പോൾ നമുക്ക് എക്സിന് ആകെ ഒരു വാല്യൂ വരുന്നുള്ളൂ. ഒരു വാല്യൂ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ് 14 വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 14 മാത്രമേ ഉള്ളൂ. ഒന്ന് 0 ആണ് വരുന്നത്. ഒരു വാല്യൂ 0യും ഒരു വാല്യൂ എന്താണ്? 14ഉമാണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം ഒരിക്കലും ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ത് വരില്ല? 0 വരില്ല. ഇനിയിപ്പോൾ നമ്മൾ ലെങ്ത്ത് എക്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് 14 കൊടുത്താൽ നമുക്ക് ബ്രെഡ്ത്ത് എന്താ വരിക? 0 വരിക. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഈ റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത്ത് 14 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഈ റെക്റ്റാങ്കിൾ മേഡ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അതിലത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ ക്യാൻ ഈ റെക്റ്റാങ്കിൾ ഓഫ് ഡയഗണൽ 10 cm ബി മെയ്ഡ് എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ 8 ഉള്ള സ്ഥാനത്ത് ഡയഗണൽ 10 ആയാൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയേഴ്സ് സ്റ്റെപ്സൊക്കെ അതന്നെ. നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക, വാല്യൂസ് കൊടുക്കുക, ലെങ്ത്ത് ഇവിടെ ഇതിന് വ്യത്യാസമൊന്നുമില്ല. അതൊക്കെ സെയിം, പെരിമീറ്ററൊക്കെ സെയിം തന്നെയാണ്. ഡയഗണലിൻ്റെ ലെങ്ത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്കിവിടെ x² പ്ലസ് എ ഡിയുടെ സ്ഥാനത്ത് 14 - x ഹോൾ സ്ക്വയർ ഈക്വൽ ടു 10² ആവും. നേരത്തെ നമ്മൾ 8² ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് പകരം 10² ആയി. അപ്പോൾ x² പ്ലസ് ഇത് എക്സ്പാൻഡ് ചെയ്തത് അവിടെ എഴുതിയിട്ടുണ്ട്. 196 - 28x പ്ലസ് x² ഈക്വൽ ടു 100. എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2x² മൈനസ് 28x പ്ലസ് 196. ഈ 100നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -100 ഈക്വൽ ടു 0. 2x² മൈനസ് 28x ഇത് രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 96 ഈക്വൽ ടു 0. ഈ നേരത്തെ ചെയ്ത പോലെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ x² മൈനസ് 14x പ്ലസ് 48 ഈക്വൽ ടു 0. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഫോർമുലയിൽ കൊടുക്കാം. അപ്പോൾ എക്സ് ഈക്വൽ ടു എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ -14 ആണ്, സിയുടെ വാല്യൂ 48 ആണ്. അപ്പോൾ -14 പ്ലസ് ഓർ മൈനസ് -14² -4 × 1 × 48 divided by 2 × 1 equal to ഇവിടെ 14 വരും, പ്ലസ് ഓർ മൈനസ് √14ൻ്റെ സ്ക്വയർ 196 മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 192 വരും, ഡിവൈഡഡ് ബൈ 2.
അപ്പോൾ എക്സ് ഈക്വൽ ടു 14 പ്ലസ് ഓർ മൈനസ് റൂട്ട് 196 നിന്ന് 192 സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 4 ആണ്, ഡിവൈഡ് ബൈ 2. അതായത് 14 പ്ലസ് ഓർ മൈനസ് 2 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക? എക്സ് ഈക്വൽ ടു 14 പ്ലസ് 2/2 എന്ന് എഴുതാം. അതേപോലെ എക്സ് ഈക്വൽ ടു 14 മൈനസ് 2/2 എഴുതാം. 14 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 16/2 വരും. 16/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. ഇവിടെ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 12 വരും. 12/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് 6ഉം 8ഉമാണ്. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയായിരിക്കും വരിക? 6ഉം 8ഉം ആയിരിക്കും. ഇവിടെ 6 കൊടുക്കുമ്പോൾ ഇവിടെ 8 കിട്ടും, അല്ലെങ്കിൽ ഇവിടെ 8 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ 6 കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഡയഗണലിൻ്റെ മെഷർ 10 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റെക്റ്റാങ്കിൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി പേജ് നമ്പർ 97 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 42 മീറ്റർ ആൻഡ് ഈസ് ഡയഗണൽ ഈസ് 15 മീറ്റർ. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ഹിസ് സൈഡ്സ്? ഇവിടെയും ഡയഗണലിൻ്റെ കേസ് തന്നെയാണ്, നമ്മൾ നേരത്തെ ചെയ്ത അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ റഫായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുക. പെരിമീറ്റർ ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട് 15 ആണ്. ഇനി തന്നിട്ടുള്ളത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ തന്നിട്ടുള്ളത് 42 ആണ്. അപ്പോൾ പെരിമീറ്റർ ഈക്വൽ ടു 42 മീറ്റർ. ദാറ്റ് ഈസ് 2 into L plus B equal to 42. L plus B equal to 42 divided by 2 equal to 21. L equal to x, then B equal to 21 minus x. അപ്പോൾ ഇവിടെ x എടുക്കുകയാണെങ്കിൽ ഇവിടെ 21 minus x വരും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ AB സ്ക്വയർ പ്ലസ് AD സ്ക്വയർ ഈക്വൽ ടു BD സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് 21 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 15 സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഇതിനെ നമുക്ക് എളുപ്പത്തിൽ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇവിടെയുള്ള നമ്പറിൻ്റെ സ്ക്വയർ എഴുതുക. അപ്പോൾ 21 സ്ക്വയർ മൈനസ് 2 into 21. 2 into 21 എന്ന് പറയുമ്പോൾ 42. 42x പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 15 സ്ക്വയർ. 15 സ്ക്വയർ നമുക്ക് ഇതിൻ്റെയൊക്കെ സ്ക്വയർ കാണാൻ. ഇനി എക്സ് സ്ക്വയറും കൂടി ആഡ് ചെയ്യുമ്പോൾ 2x സ്ക്വയർ മൈനസ് 42x പ്ലസ് 21ൻ്റെ സ്ക്വയർ 441 ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ 225. 2x സ്ക്വയർ മൈനസ് 42x പ്ലസ് 441 ഇതിനെങ്ങോട്ട് കൊണ്ടുവരിക. മൈനസ് 225 ഈക്വൽ ടു 0. 2x സ്ക്വയർ മൈനസ് 42x ഇത് രണ്ടും കൂടി സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 216 ആണ്. 216 ഈക്വൽ ടു 0. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് 21x പ്ലസ് 108 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. എക്സ് സ്ക്വയർ മൈനസ് 21x പ്ലസ് 108 ഈക്വൽ ടു 0. ഇനി എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് root of b square minus 4ac divided by 2a equal to minus b. ബിയുടെ വാല്യൂ മൈനസ് 21 ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 21 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 21 സ്ക്വയർ മൈനസ് 4 into 1 into 108 divided by 2 into 1 equal to
21 plus or minus root of 441 minus ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക 432 divided by 2 equal to 21 plus or minus root of 441 32 സബ്ട്രാക്റ്റ് ചെയ്താൽ കിട്ടുന്നത് 9 divided by 2 equal to 21 plus or minus 3 divided by 2. ഇനി നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ x ഈക്വൽ ടു 21 പ്ലസ് 3/2 വരും. അതേപോലെ തന്നെ x ഈക്വൽ ടു 21 മൈനസ് 3/2 വരും. 21 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 24 ആണ്. 24/2 12 കിട്ടും. ഇവിടെ കിട്ടുക 19 ആണ് വരിക. സോറി 18/2 ഈക്വൽ ടു 9. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസ് 12ഉം 9ഉമാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് നമ്മൾ 12 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബ്രെഡ്ത്ത് കിട്ടുക 9 ആയിരിക്കും.